പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ള ദൈവവചനത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. അദ്ദേഹം വചനം കേട്ടു, രാത്രിയിൽ കിടന്നുറങ്ങി, നേരം വെളുക്കാറായപ്പോൾ ദൈവശക്തി അദ്ദേഹത്തിന് മേൽ വ്യാപരിച്ചു. ആയുസ്സിൽ അദ്ദേഹത്തെ ഗ്രസിച്ചിരുന്ന വലിയ അന്ധകാരവിട തൽക്ഷണം വിട്ടുപോയൊരു അനുഭവം ഒരു ദൈവ പൈതൽ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലെ കൺവെൻഷനിൽ പങ്കുവച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പേര് സജു എന്നാണ്. ഞാൻ മാവേലിക്കര ചുനക്കര എന്ന ഗ്രാമത്തിൽ ആണ് എൻ്റെ സ്ഥലം. ഇവിടെ ബെർഗൻഫീൽഡിൽ താമസിക്കുന്നു. ഇവിടെ വന്നിട്ട് ഏതാണ്ട് 6 വർഷമായി. ഞാൻ 1984 മുതൽ മദ്യപിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 1984 മുതൽ മദ്യപിച്ച് നടക്കുക. 84 ഞാൻ മദ്യപിച്ചുകൊണ്ടാണ് ഞാൻ ബോംബെയിൽ പോകുന്നത്. അവിടെ ഏതാണ്ട് 15 കൊല്ലത്തോളം ജോലി ചെയ്തു. അതിനുശേഷം 1995 ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ ഫാദർ മരിച്ചപ്പോൾ നാട്ടിൽ വന്നു. അതിനുശേഷം വിവാഹം കഴിച്ചു. വിവാഹത്തിൽ കഴിച്ചെങ്കിലും ഞാൻ മദ്യപിക്കുന്നത് കാരണം എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമല്ലായിരുന്നു. മദ്യപിക്കുന്നവരെ സാധാരണക്കാർക്കൊന്നും ഇഷ്ടമല്ല. പറഞ്ഞു അതിൽ നിന്നും പല ബുദ്ധിമുട്ടുകളുണ്ടായി. എന്നുവരികിലും 2011 ഞാനിവിടെ അമേരിക്കയിൽ വരുവാനിടയായി. അന്നും ഞാൻ മദ്യപിക്കാറുണ്ട്. എന്നുവരികിലും ഇവിടെയുള്ള ബോസിന് പോലും ഞാൻ അറിയാം ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. എൻ്റെ ബോസ് എന്നെ എപ്പോഴും എനിക്ക് വേണ്ടതായ നല്ല രീതിയിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ കമ്പനിയിലെ ആളുകൾ പോലും പൊറുതിമുട്ടി. എൻ്റെ പ്രൈമറി ഡോക്ടർ പോലും എന്നെ ഉപദേശിക്കുമായിരുന്നു. പ്രൈമറി ഡോക്ടർ ഡോക്ടറും പറഞ്ഞു
എൻ്റെ ചേട്ടാ ഈ വിധത്തിൽ പോവുകയാണെങ്കിൽ ഇവിടെ 2016 ഏപ്രിൽ 11 തീയതി ഞാൻ രാവിലെ 7 മണിക്ക് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ പുറകിൽ നിന്ന് പോലീസ് ക്യാച്ച് ചെയ്യുകയും അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടുകയൊക്കെ ചെയ്തു. 3 മാസത്തേക്ക് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോണ്ട് പോയി കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ കിടക്ക്. എന്നാലും ഞാൻ പിന്നെയും മദ്യപിച്ചിരുന്നു. എന്നാലും അതിൻ്റെ കൂടെ ശൗര്യം തീർക്കാൻ വേണ്ടി പോയി കുടിച്ചു കളഞ്ഞു. അപ്പം പല ആവർത്തികളിലും ഞാൻ മദ്യപാൻ വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേ എൻ്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ പാത്തു വെക്കാറുണ്ട്, അല്ലെങ്കിൽ എടുത്ത് കളയും. അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുക എന്നുള്ളത് ഒരു പതിവായിരുന്നു. നല്ല കുടുംബത്തിൽ അത് എടുത്ത് കളയും. അത് വെക്കാൻ സമ്മതിക്കില്ല. അതായത് അത് ദുഷ്ടപിശാചിൻ്റെ ആവാസം വീട്ടിലേക്ക് കൊണ്ടുവരും. എൻ്റെ മക്കൾക്ക് പോലും അത് അതൃപ്തിയാണെങ്കിൽ അവര് അത് എൻ്റെ മുമ്പാലെ പറയാറില്ലെങ്കിലും എൻ്റെ മക്കൾക്കും അതിനോട് ഞാൻ മദ്യപിക്കുന്നതിനോട് തൃപ്തിയല്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടായി. അത് കാരണം അവർ വാക്കുകൾ തിരിച്ചു പറയാനും തുടങ്ങി. 2017 ഏപ്രിൽ മാസം 3-ാം തീയതി 2-ാം തീയതി അല്ല ഞാൻ മദ്യപിക്കലും 3-ാം തീയതി ഞാൻ മദ്യപിക്കാനായിട്ട് വെളിയിലോട്ട് പോകാൻ വായിക്കുമ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, എന്തിനായി വെറുതെ ആവശ്യമില്ലാതെ കണ്ടൊക്കെ വെളിയിൽ പോകുന്നത്. അതായത് ഇതിന് മുമ്പൊരു കാര്യം പറഞ്ഞോട്ടെ, പലപ്പോഴും ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഈ അഭിഷേകജ്ഞി കാണുമ്പോൾ ഞാൻ പറയും, എന്തിനാ വെറുതെ കണ്ടോണ്ടിരിക്കുന്നത്, വേറെ ജോലിയൊന്നും ഇല്ലയോ എന്നൊക്കെ ഞാനിങ്ങനെ കുറ്റപ്പെടുത്താറുണ്ട്. എന്ന് വരില്ല എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും, ദൈവമേ എനിക്ക് മദ്യപാനം നിർത്തണമെന്നുണ്ട്, ഇതൊന്ന് നിർത്തി കിട്ടിയതിനെ കൊള്ളായിരുന്നു എന്നെൻ്റെ മനസ്സുകൊണ്ട് ഞാനിട്ട് അനുദപിച്ച് പറയാറുമുണ്ട്. എൻ്റെ മനസ്സുകൊണ്ട് ഇത് നിർത്തണമെന്നുണ്ട്, പക്ഷെ നിർത്താനൊട്ട് സാധിക്കുന്നുമില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ കാണും. പക്ഷെ 2017 ഏപ്രിൽ മാസം 3-ാം തീയതി ഞാനിങ്ങനെ വെളിയിലോട്ട് പോകാൻ എൻ്റെ ഭാര്യ പറഞ്ഞു, വെറുതെ കണ്ടതിനെ മേടിക്കാനായിട്ട് പോകുന്നത്, ഞാൻ വേണേ തരാം എന്ന് പറഞ്ഞു. വീട്ടിൽ ഇരിപ്പുണ്ട്, ഞാൻ വേണേ തരാമെന്ന് പറഞ്ഞു. ഞാൻ എവിടുന്ന് കിട്ടി, അതുകൊണ്ട് വെച്ചിരുന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുവരെ തരാതൊരു വ്യക്തി ക്ലാസ്സിലാണെന്നുള്ള ഒഴിച്ചിരിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അന്ന് ഏപ്രിൽ മാസം 3-ാം തീയതി രാത്രിയിൽ എൻ്റെ ഭാര്യ, അതായത് ഒരിക്കൽ പോലും ഞാൻ ഭാര്യയുടെ നിന്ന് വാങ്ങി കഴിച്ചിട്ടില്ല. അന്ന് എനിക്ക് ഭാര്യ ഒഴിച്ചു തന്നപ്പോൾ എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞു, എടാ ഞാൻ മദ്യപാനം നിർത്തണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഭാര്യ എനിക്ക് ഒഴിച്ചു തരുന്നു, നാളെ എൻ്റെ മക്കൾ എനിക്ക് ഒഴിച്ച് തരത്തില്ലേ എന്നെൻ്റെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അങ്ങനെ കിടന്നുറങ്ങിയെങ്കിലും ഞാൻ അതേ ദിവസം തന്നെ ഏപ്രിൽ 4-ാം തീയതി രാവിലെ 4 മണിയായപ്പോൾ ഞാൻ എഴുന്നേക്കുന്നത് എൻ്റെ വലത്തുവശത്ത് ആരോ എന്നെ അടിച്ചു. അത് കണ്ടോണ്ടാണ് എണീക്കുന്നത്. അതായത് ഉറങ്ങി ഇങ്ങനെ കിടക്കുകയാണ്, മൂക്കെല്ലാം കുടിച്ചിട്ടേ. അപ്പം 2000 ഒരാള് വന്നിട്ട് എന്റെ വലത്തുവശത്ത് കർണത്തിന് ഇവിടെ ആയിട്ട് ഒരടി വലതുവശം നോക്കി കർണത്തിനത്. അപ്പം എന്റെ ഭാര്യയോട്ട് വീട്ടിലെ താൻ ഭാര്യയാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യയാണെന്ന് പറയാം, ഭാര്യ രാത്രിയല്ലേ 9 മണിയായപ്പോ ജോലിക്ക് പോകുന്നു. ഭാര്യ രക്ഷപ്പെട്ടു. ഭാര്യ രാത്രി 9 മണിക്ക് ജോലിക്ക് പോയാൽ രാവിലെ 7 മണി കഴിച്ച് വരാറുണ്ട്. അതുകൊണ്ട് ഭാര്യയല്ലെന്ന് ഉറപ്പായി. പിന്നാണെന്നുണ്ടെങ്കിൽ ഉള്ളത് ഏറ്റവും ഇളയ ഒരു കുഞ്ഞാണ്. അത് അടുത്ത മുറിയിലാണ് കിടക്കുന്നത്, ആൾമുറിയിലാണ് കിടക്കുന്നത്. അപ്പം നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ ഞാൻ കിടന്നു. എനിക്ക് 5 മണി കഴിഞ്ഞ് എണ്ണീറ്റാൽ മതി. എന്നാലും ഞാൻ കിടന്നു കഴിഞ്ഞപ്പോൾ ഇടത്തോഷത്ത് പിന്നെ ഒരടി, ഇടത്തോഷത്തൊരു കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ഇതാരാപ്പാ അടിച്ചത്, ഇതൊരു വലിയ കഷ്ടമായി പോയല്ലോ. എന്നിട്ട് ഞാൻ കിടന്നു. മദ്യമായിട്ട് വീട്ടിൽ ഇരിപ്പുണ്ടെന്നുള്ളത് എനിക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ കിടന്നു. പിന്നെ ഒന്നിങ്ങനെ കിടന്നപ്പോൾ വലത്തോഷത്ത് പിന്നെ ഒന്ന് കിട്ടി. അങ്ങനെ 3 അടി എനിക്ക് കിട്ടി. 3 ചുട്ടപ്പെട. ഈ 3 അടി അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഞാനൊട്ട് മദ്യപിച്ചിട്ടില്ല, മദ്യപിക്കാനൊട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് മദ്യപിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ പോലും എനിക്കിന്ന് അറപ്പാണ്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കി മദ്യം എന്ന് പറയുന്ന ഒരു വ്യക്തി സാധനമാണ്. എന്നാൽ 35 വർഷത്തോളം ഞാൻ മദ്യപിക്കുകയും ചെയ്തു, സിഗരറ്റ് വലിക്കുകയും ചെയ്തു. ഈ സിഗരറ്റ് വലിയായിട്ട് മദ്യപാനമായിട്ട് ഇന്നില്ല. ഇന്ന് ഇത് രണ്ടും ചെയ്യുന്ന വ്യക്തികളോട് എനിക്ക് അറപ്പാണ്. ഇന്ന് പല വ്യക്തികളോടും ഞാൻ പറയുന്നുണ്ട്, ഇത് പാടില്ല പാടില്ല പാടില്ല. എനിക്ക് നിങ്ങൾ ഈടെ കൂടിയിരിക്കുന്ന വ്യക്തികളോട് എനിക്കൊരു പറയാനുള്ള ഒരു റിക്വസ്റ്റ്, മദ്യപിക്കാൻ നമുക്കാരും ഇത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മദ്യം ലഭിക്കും. അത് കൂട്ടുകൂടുമ്പോ മദ്യം നമുക്ക് കൊണ്ടുത്തരും. നമ്മുടെ പൈസ കൊണ്ട് കൂട്ടുകാർക്ക് മേടിച്ചു കൊടുക്കാം. അതും ഈ രാജ്യത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടും. നമ്മുടെ നാട്ടിലെ കൂടി പാത്ത് നടക്കേണ്ട കാര്യമില്ല. പക്ഷേ ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. എവിടെ പോയാലും ലഭിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ മദ്യപിക്കാതിരുന്നാൽ
നമ്മുടെ സ്വയമായിട്ട് നമുക്ക് നടക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടിന് സമാധാനം ഉണ്ടാവും. വീട്ടിലെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. നമ്മുടെ മക്കൾ നമ്മളെ മാനിക്കും. നമ്മുടെ ഭാര്യ നമ്മൾ പറയുന്ന കേൾക്കും. വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. എന്നെ ഇത് പറയാൻ കാരണം, എന്നെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി പല അച്ഛന്മാരും വന്നു, പല വക്കീലന്മാരും വന്നു, പല പോലീസുമാർ വന്നു. അവരുടെ വാക്കുകളൊന്നും ഞാൻ കേട്ടു. ഡോക്ടർമാർ വന്ന്, പക്ഷേ എന്റെ ദൈവം എന്റെ അടുക്ക വന്ന്, അപ്പോൾ ഞാൻ നന്നായി. എന്തായാലും ശരി, അന്നത്തേക്ക് ഇത്രയും വർഷമായുള്ള പീഡ അന്ന് വിട്ടുപോയി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ സർവശക്തമായ വചനം ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Hallelujah. 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 മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. മഞ്ഞും മഴയും വരുന്ന പോലെ തിരുവചനം അണയും. ഫലമേകാതെ വരില്ല നിന്നിൽ ഫലമായി മാറിടും. ഫലമേകാതെ വരില്ല നിന്നിൽ ഫലമായി മാറിടും. കൈകടിച്ച് അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ കലമാനെ പോൽ തുള്ളിച്ചാടുന്നു. ഓ യേശുവേ, അത്ഭുതകരമായ വചനം ഇന്ന് ഹൃദയങ്ങളിലേക്ക് അയക്കണമേ. അത്ഭുതകരമായ വചനം ഇന്ന് കുടുംബങ്ങളിലേക്ക് അയക്കണമേ. അത്ഭുതകരമായ വചനം ഇന്ന് സർവ്വ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ. വലിയ അത്ഭുതങ്ങൾ, മാനസാന്തരങ്ങൾ, വിടുതലുകൾ സംഭവിക്കട്ടെ. അസ്ഥിക്കുള്ളിൽ നിറയും വചനം സൗഖ്യദായക വചനം. ചിന്തയ്ക്കുള്ളിൽ നിറയും വചനം രൂപാന്തരമേകും. പാപങ്ങൾ മാറുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, കെട്ടുകളെല്ലാം പൊട്ടുന്നു, കൈകൊട്ടി പാടുന്നു. അന്ധന്മാർ കാണുന്നു, ബധിരന്മാർ കേൾക്കുന്നു, മുടന്തന്മാരോ തലമാരെ പോൽ തുള്ളിച്ചാടുന്നു. അത്ഭുത ശക്തിയായ ദൈവത്തിന്റെ വചനം. പ്രിയ ദൈവമക്കളെ, ഇത് സ്വർഗം നമ്മെ സന്ദർശിക്കുന്ന സമയമാണ്. റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ നിറയണം. വചനത്തിന്റെ ശക്തിയെ നിറയണം. സ്വർഗ്ഗത്തിന്റെ ആത്മാവേ ഇപ്പോൾ ആവസിക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ഇരിക്കുക. പ്ലീസ് ബി സീറ്റഡ്. ഇന്ന് ഈ വചനം കേൾക്കുന്ന കുട്ടികൾക്കും യുവതി യുവാക്കന്മാർക്കും കുടുംബങ്ങൾക്കെല്ലാം വലിയ കൃപ കർത്താവ് തരും. നല്ല സന്തോഷമായ എല്ലാവരും ഉച്ചത്തിൽ പറയുക, ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ളത്. 119-ാം സങ്കീർത്തനത്തിൽ 72-ാമത്തെ തിരുലിഖിതം വചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ആയിരക്കണക്കിന് പൊൻ വെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനം എനിക്ക് ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ളതാണ് എന്ന് ദൈവവചനത്തെ അനുഭവിച്ചറിഞ്ഞൊരു ദൈവ പൈതൽ ഏറ്റു പറയുകയാണ്.
ഇംഗ്ലീഷ് ബൈബിളിൽ NRSV നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദ ലോ ഓഫ് യുവർ മൗത്ത് ഈസ് ഗ്രേറ്റർ ടു മീ ദാൻ thousands of gold and silver pieces. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ള ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദൈവമക്കളെ ദൈവവചനത്തിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം ശ്രവിക്കാൻ പോകുന്ന ദൈവമക്കളെ, ദൈവവചനം കേൾക്കാൻ വേണ്ടി ദേവാലയങ്ങളിലേക്ക് പോകുന്നവരെ, ബലിയർപ്പിക്കാൻ പോകുന്നവരെ, ധ്യാനങ്ങൾ കൂടാൻ പോകുന്നവരെ, ഇടവക കൺവെൻഷൻ പോകുന്നവരെ, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെ, കൺവെൻഷനുകൾക്ക് പോകുന്നവരെ അധിക്ഷേപിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ ഈ കാലഘട്ടത്തിലുള്ളതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ചില ആളുകൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതായി കേൾക്കുന്നുണ്ട്. ധ്യാനത്തിന് പോകുന്നവരെ അധിക്ഷേപിച്ച് സംസാരിക്കുക, ധ്യാന അടിമകൾ അല്ലെങ്കിൽ ധ്യാനകേന്ദ്ര അടിമകൾ. അതും അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്നവരെ ഇവർക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നവർ, ധ്യാനം തൊഴിലാക്കിയവർ എന്ന് പറയുന്നവർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനെ പല വിധത്തിൽ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിരവധി വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളെയും വചന ശുശ്രൂഷകളെയും അധിക്ഷേപിക്കുകയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ചിലർ ഈ കാലഘട്ടത്തിലുണ്ട്. അവരെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ, 2 തിമോത്തി chapter 3 verses 8 and 9, യാന്നസും യാംബ്രസും മോശയെ എതിർത്തതുപോലെ ഈ മനുഷ്യർ സത്യത്തെ എതിർക്കുന്നു. അവർ ദുഷിച്ച മനസ്സുള്ളവരും വിശ്വാസ നിന്ദകരുമാണ്. എന്നാൽ അവർ അധികം മുന്നോട്ട് പോവുകയില്ല. മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിൽ എന്നതുപോലെ അവരുടെ മൗഢ്യം എല്ലാവർക്കും ബോധ്യമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൗഢ്യം നിറഞ്ഞ് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തി പറയുന്ന ആളുകളുണ്ട്. ഇന്ന് ദൈവം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ദൈവമക്കളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരാണ് ധ്യാനത്തിന് പോകുന്നവർ? കൂടെ കൂടെ വചനം കേൾക്കാൻ പോകുന്നത് ഒരു വില കുറഞ്ഞ കാര്യമാണോ? ധ്യാന കേന്ദ്രത്തിലേക്ക് വചനം കേൾക്കാൻ പോകുന്നത്, ഇടവകളിലേക്ക് കൺവെൻഷൻ കൂടാൻ പോകുന്നത്, ദേവാലയങ്ങളിലേക്ക് ബലിയർപ്പിച്ച് വചനം കേട്ട് ശക്തി പ്രാപിക്കാൻ വേണ്ടി പോകുന്നത്, ടെലിവിഷൻ ചാനലുകളുടെ ദിനംതോറും വചനം കേൾക്കുന്നത്, യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനങ്ങൾ ശ്രവിച്ച് ആത്മാവിൽ പുഷ്ടി പ്രാപിക്കുന്നത് ഒരു നിസ്സാര കാര്യമാണോ? അതിനെ ദൈവം എങ്ങനെ കണക്കാക്കുന്നു? വിശുദ്ധ ഗ്രന്ഥം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇതിനെക്കുറിച്ച് ഒരു ദൈവ പൈതലിന് നല്ല അറിവ് വേണം. ഏറ്റവും ആദ്യം തന്നെ എസക്കിയേൽ പ്രവചന ഗ്രന്ഥത്തിലെ ഒരു ഭാഗം എൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. എസക്കിയേൽ 3-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുലിഖിതങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തോട് സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഈ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എസക്കിയേൽ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം വചനം ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. ദൈവം തന്നെ നേരിട്ട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ ഈ വചനം ഭക്ഷിക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, വി മസ്റ്റ് ഹാവ് എ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തിന് വേണ്ടി വിശക്കണം, ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കണം. ഒരു ഇളം പൈതൽ പാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിൻ്റെ വിശപ്പും ദാഹവുമാണ് ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്. ആ വിശപ്പ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തി വചനം കേൾക്കുന്നു, അതിനെന്തിനെത്ര വിഷമിക്കണം? യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 37-ാം തിരുലിഖിതം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ പിതാവ്
എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ദൈവവചനം കേൾക്കാൻ വരുന്നവരെ കുറിച്ച് യേശു പറയണത്, എൻ്റെ പിതാവ് എനിക്ക് തന്നവർ എൻ്റെ അരികിലേക്ക് വരുന്നു. അധിക്ഷേപിക്കുന്നവർ, നിന്ദിക്കലും വിചാരിക്കുന്നത് അവർ ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നു, അവർ വചനപ്രഘോഷകൻ്റെ അടുത്തേക്ക് പോകുന്നു, അവർ പള്ളിയിലേക്ക് പോകുന്നു, അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയാണ്, എൻ്റെ പിതാവ് എനിക്ക് തരുന്നവർ എൻ്റെ അരികിലേക്ക് വരുന്നു. എൻ്റെ അരികിൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുക. വചനം കേൾക്കാൻ ഒരു വ്യക്തി പുറപ്പെടുമ്പോൾ, അത് ടെലിവിഷനിലൂടെ വചനം കേട്ടാലും യൂട്യൂബിൽ നിന്ന് വചനം കേട്ടാലും ആരിൽ നിന്ന് വചനം കേട്ടാൽ, വചനം കേൾക്കുമ്പോൾ യേശുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആരാണ് വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. It is the spirit that gives life. Flesh is of no avail. The word which I spoken to you are spirit and life. ആത്മാവും ജീവനുമാണ്. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവവചന ഗ്രന്ഥം ദൈവികമാണെന്ന് നമുക്കറിയാം. ഓരോ വചനവും ദൈവം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം ഉണ്ടാവും. ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം കൊണ്ട് നിറയും, വിശപ്പ് കൊണ്ട് നിറയും. അപ്പോഴാണ് ഒരു ദൈവ പൈതൽ വചനം കേൾക്കാൻ വേണ്ടി ദാഹത്തോടെ പുറപ്പെടുന്നത്, ദാഹത്തോടെ അന്വേഷിക്കുന്നത്. നീർത്തോട് തേടുന്ന മാൻപേടയെ പോലെ ഒരു ദൈവ പൈതൽ വചനത്തിന് വേണ്ടി ദാഹവും വിശപ്പും നിമിത്തം അന്വേഷിച്ച് നടക്കും. അത് കണ്ടെത്തുന്നതുവരെ വിശ്രമിക്കുകയില്ല. ആ ദൈവ പൈതലാണ് പറയണത്, എൻ്റെ ദൈവത്തിൻ്റെ വചനം എനിക്ക് ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വലുതാണ്, വലുതാണ്, വലുതാണ്. എല്ലാവരോടുമായിട്ട് ഈശോയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 44-ാം തിരുലിഖിതമാണ്. പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല. യേശുവിൻ്റെ അരികിലേക്ക് വചനം കേൾക്കാൻ വന്നവരെ കുറിച്ചാണ് യേശു പറയണത്. ഈ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് ഒരു പ്രബോധന രേഖ ഇറക്കിയിട്ടുണ്ട്, ഗൗദാത്തെ എത് എക്സുൾത്താത്തെ. അതിൽ 156-ാമത്തെ പാരഗ്രാഫിൽ മാർപ്പാപ്പ ലോകമെമ്പാടുമുള്ള തിരുസഭയിലുള്ള വിശ്വാസികളെ, പ്രത്യേകിച്ച് ബിഷപ്പുമാരുടെ എല്ലാം ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ്മയിൽ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ഡിവോഷൻ ടു വേർഡ് ഓഫ് ഗോഡ് ഈസ് നോട്ട് സിംപ്ലി വൺ ഓഫ് മെനി ഡിവോഷൻസ്, beautiful but somewhat optional. It goes to the very heart and identity of Christian life. The word has power to transform our lives. മാർപ്പാപ്പ പറയാണ്, we must have a special devotion to word of God. ദൈവവചനത്തോട് വലിയൊരു ആദരവും ഭക്തിയും വേണം. അത് ഒരാൾ കേൾക്കാൻ ദാഹം തോന്നുമ്പോൾ ഒരു നിസ്സാര കാര്യമല്ല. നമുക്ക് ബഹുമാനം തോന്നണം. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ വചനം കേൾക്കാൻ എൻ്റെ ഹൃദയം തുറക്കണം, വചനം കേൾക്കാൻ എനിക്ക് ആഗ്രഹം തരണം, യേശു ആകുന്ന വചനത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് തരണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ഈ സമയം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ദിവ്യ കാരുണ്യ രൂപനായി യേശു ഇതാ നമ്മുടെ അരികിൽ, നമ്മോട് കൂടെ. ഈ സമയം സാധിക്കുന്ന എത്രമാത്രം ആദരവും ബഹുമാനവും യേശുവിന് നൽകാമോ അത്രയും സ്നേഹ ആദരവോടെ കൈകൾ ഉയർത്തി യേശുവിലേക്ക് നോക്കി യേശുവേ 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 എന്നുറക്കെ വിളിക്കുക. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. തകർന്നവർ ഇപ്പോൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. വലിയ കണ്ണുനീരിലിരിക്കുന്ന ജീവിതങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്ഷാനാമത്തെ വിളിച്ചപേക്ഷിക്കുക. ഹൃദയം തളർന്നവർ യേശുവിലേക്ക് നോക്കുക. ഭാരപ്പെട്ടിരിക്കുന്നവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ അനുഭവം കിട്ടാത്തവർ, മദ്യപാന ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, പുകവലിയുടെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, എത്രമാത്രം ചികിത്സിച്ച് രോഗങ്ങൾ മാറാത്തവർ ഇപ്പോൾ രക്ഷയുടെ നാഥനായ യേശുവിനെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ യേശുവേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമേ, ഇപ്പോൾ നീർപ്രവാഹമായി
അനുഗ്രഹമായി ഇപ്പോൾ ജീവനായി സൗഖ്യമായി ഞങ്ങളിലേക്ക് വരണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഓ നിത്യവചനമേ, അത്ഭുതങ്ങൾ ഇപ്പോൾ യേശുനാമത്തിൽ. ദൈവവചനമേ, നീ പ്രവാഹമാ ഒഴുകി വന്നിടൂ ഹൃദയങ്ങളിൽ. സ്പർശിക്കണമേ ഇപ്പോൾ തന്നെ. അങ്ങയുടെ അത്ഭുതങ്ങൾ, അങ്ങയുടെ സൗഖ്യങ്ങൾ പകരണമേ. യേശുവേ, 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 യേശുവേ.